وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ? ഉണർന്ന് പ്രവർത്തിക്കൂ. ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. എന്താണ് ശരീഅത്ത് കോടതി അറിയുമോ നിങ്ങൾക്ക്? പരിശുദ്ധ ഖുർആനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എല്ലാവർക്കും തുല്യനീതി എന്ന അടിസ്ഥാനത്തിലാണ് ശരീഅത്ത് കോടതി സ്ഥാപിതമാകുന്നത്. അങ്ങനെയുള്ള ഒരു ശരീഅത്ത് കോടതിയെ നമുക്ക് പരിചയപ്പെടാം. ഈജിപ്ത് എന്ന ഒരു അറേബ്യൻ രാജ്യത്തിലെ ശരീഅത്ത് കോടതിയാണിത്. സ്വന്തം മാതാവിനെ കഴുത്ത് നെരിച്ചു കൊന്ന ഒരു മകനോട് ആ കോടതിയിലെ ജഡ്ജി ഇപ്രകാരം പറയുകയുണ്ടായി, നീ മദ്രസ പഠിച്ചവനല്ലേ? പരിശുദ്ധ ഖുർആനിൽ എന്താണ് മാതാപിതാക്കളുടെ സ്ഥാനം? എന്നിട്ട് ജഡ്ജി ആ പ്രതിയുടെ മുന്നിൽ വെച്ച് പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം എന്ന സൂറത്ത് ഓതുകയാണ്. പരിശുദ്ധ ഖുർആന്റെ മനോഹരമായ വാക്കുകൾ. എന്താണ് ഇതിന്റെ അർത്ഥം? പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ വേണ്ടി ഒരുപാട് ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണിത്. എന്താണ് ഇതിൽ പറയുന്നത്? മാതാപിതാക്കൾ നന്മ ചെയ്യണമെന്നും അവരോട് അവരോട് കയ്യറക്കരുത്, അവരോട് മാന്യമായി സംസാരിക്കുക, കാരുണ്യത്തോടുകൂടി വിനയത്തിന് എന്റെ രക്ഷിതാവേ, അവർ ചെറുതിൽ എന്നെ വലുതാക്കിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണം എന്ന് നീ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് ശരീഅത്ത് കോടതിയും ശരീഅത്ത് നിയമവും. എല്ലാവർക്കും ഒരുപോലെ നീതി, അതാണ് ശരീഅത്ത് നിയമം.